നമസ്കാരം. റാഫ്റ്റർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഡാനി ഒൽമോയുടെയും പാവോ വിക്ടറുടെയും ലൈസൻസ് പുതുക്കാനുള്ള ബാഴ്സലോണയുടെ രജിസ്ട്രേഷനുള്ള അപേക്ഷ കഴിഞ്ഞ ദിവസം ലാലിഗയും RFEFും റിജക്റ്റ് ചെയ്തു. അവരെ കാര്യം ഒഫീഷ്യലി അറിയിച്ചു. ബാഴ്സയ്ക്ക് മുന്നിൽ ഇനിയുള്ള ഏക വഴി കോടതിയിൽ പോവുക, അതുവഴി അനുകൂലമായിട്ടുള്ള വിധി സമ്പാദിക്കുക എന്നുള്ളതാണ്. അത് എത്രത്തോളം സാധ്യമാവും എന്നുള്ളത് കണ്ടറിയേണ്ടതാണ്. ഏതായാലും പാവോ വിക്ടറും ഡാനി ഒൽമോയും വളരെയധികം നിരാശരാണ് എന്ന വാർത്ത കഴിഞ്ഞ ദിവസം സ്പാനിഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ ഇന്നലെ അവരുമായിട്ട് പേഴ്സണലായിട്ട് ലാപ്പോർട്ട മീറ്റ് ചെയ്തിരുന്നു. എല്ലാം ശരിയാകും എന്നുള്ള ഉറപ്പ് തന്നെയാണ് അദ്ദേഹം വീണ്ടും താരങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. ഇന്നലെ ബർബാസ്ട്രോയുമായിട്ടുള്ള കളിക്ക് ശേഷം ഹൻസി ഫ്ലിക്കും പറഞ്ഞത് തന്നെയാണ്. ഞാൻ കാര്യങ്ങൾ മാനേജ്മെൻറ്റിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്, അവരെ വിശ്വസിക്കുകയാണ്, കാര്യങ്ങളെല്ലാം ഓക്കെ ആവും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാനുള്ളത് എന്നാണ് ഹൻസി ഫ്ലിക്കും പറഞ്ഞിരുന്നത്. ഇന്നലത്തെ കളിക്ക് ശേഷം സ്വാഭാവികമായിട്ടും റിപ്പോർട്ടേഴ്സ് ബർബാസ്ട്രോയ്ക്കെതിരെയുള്ള മത്സരത്തിന് ശേഷം ജോൻ ലാപ്പോർട്ടയുമായിട്ട് സംസാരിക്കുകയുണ്ടായി. പക്ഷേ അദ്ദേഹത്തിന് ചോദ്യത്തിനൊന്നും മറുപടി പറയാൻ പറ്റുന്നില്ല. ഒന്നിനും മറുപടിയില്ല. പകരം ഹാപ്പി ന്യൂ ഇയർ എവരിബഡി എന്ന് പറഞ്ഞുകൊണ്ട് കാറിൽ കയറി പോവുകയാണ് ചെയ്തത്. അദ്ദേഹത്തോടുള്ള ചോദ്യങ്ങൾ നോക്കുക. ഹേയ് പ്രസിഡന്റ്, ഫൈനലി സംതിങ് ഗുഡ് നോ. ഒടുവിൽ ചില കാര്യങ്ങൾ ഓക്കെ ആയിട്ടുണ്ടല്ലോ. അപ്പം ബാഴ്സ 1:1 ഫൈനാൻഷ്യൽ റൂളിലേക്ക് തിരികെ എത്തി. പിന്നെ ഇപ്പോൾ 2025 ആദ്യ കളി വിജയിച്ചു. അതൊക്കെ ആയിരിക്കണം റിപ്പോർട്ടർ ഉദ്ദേശിക്കുന്നത്. അതിന് അദ്ദേഹത്തിന് മറുപടിയില്ല. അപ്പോൾ വീണ്ടും ചോദ്യം, ഡാനി ഒൽമോ ഇനി ബാഴ്സലോണയ്ക്ക് വേണ്ടി കളിക്കുമോ? വിൽ ഡാനി ഒൽമോ പ്ലേ ഫോർ ബാഴ്സ? മറുപടിയില്ല. ലാലിഗ പറയുന്നു ഡാനി ഒൽമോയെയും പാവോ വിക്ടറെയും രജിസ്റ്റർ ചെയ്യില്ല എന്ന്. നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷയുണ്ടോ? അതിന് മറുപടിയില്ല. ഡു യു തിങ്ക് ദി കോർട്ട് ഓർഡർ വിൽ വർക്ക്? കോർട്ട് ഓർഡറുമായിട്ട് വന്നാൽ അത് ശരിയാകും, അതാണല്ലോ ഇനിയുള്ള ഓപ്ഷൻ, അത് റെഡിയാകും എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ലാപ്പോർട്ടയ്ക്ക് അതിനും മറുപടിയില്ല. പകരം അദ്ദേഹം ഹാപ്പി ന്യൂ ഇയർ എവരിബഡി എന്ന് പറഞ്ഞുകൊണ്ട് പോവുകയാണ് ചെയ്തത്. ചുരുക്കത്തിൽ ഇതാണ് ഇപ്പോൾ ബാഴ്സലോണയുടെ അവസ്ഥ. എന്ത് സംഭവിക്കും എന്ന കാര്യത്തിൽ ഒരു ഉറപ്പും പ്രസിഡന്റിനെന്നല്ല ആർക്കുമില്ല. വീഡിയോസ് എനിക്ക് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ്.